എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഒരുപാട് സ്നേഹം നിറഞ്ഞ സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഒരു സദ്യ സ്റ്റൈൽ സാമ്പാറാണ് കേട്ടോ. സദ്യയിൽ കിട്ടുന്ന സാമ്പാറിന് ഒരു പ്രത്യേക രുചിയും ഒരു പ്രത്യേക മണമൊക്കെ ആയിരിക്കും അല്ലേ. സദ്യേനെ വ്യത്യസ്തമാക്കുന്ന ഈ ഒരു സാമ്പാറിലേക്ക് ചേർക്കുന്ന ഒരു സാമ്പാർ പൗഡറിൻ്റെ രുചിയും മണമാണ് ആ ഒരു സാമ്പാറിന്. അപ്പോൾ നമ്മൾ ഇന്നത്തെ റെസിപ്പിയിൽ ഈ ഒരു സാമ്പാറിലേക്ക് ചേർക്കുന്ന സാമ്പാർ പൗഡറിൻ്റെ റെസിപ്പിയും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രുചിയുള്ള അടിപൊളിയായിട്ടുള്ള ഈ ഒരു സാമ്പാറാവട്ടെ ഇത്തവണത്തെ ഓണത്തിന് നിങ്ങൾ വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് കഷ്ണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് സാമ്പാർ. ആദ്യം നമുക്ക് സാമ്പാർ പൗഡറിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 5 ടീസ്പൂൺ അളവിൽ മുഴുവനോടുള്ള മല്ലി, അതുപോലെ തന്നെ സാമ്പാറിൽ ചേർക്കുന്ന പരിപ്പ് ഒരു 5 ടീസ്പൂണ്, അതുപോലെ തന്നെ 4 ടീസ്പൂൺ അളവിൽ അരി, ചോറ് വയ്ക്കാൻ ഉപയോഗിക്കുന്ന ഏത് അരി വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് 4 ടീസ്പൂൺ അളവിൽ ഉഴുന്ന്, പിന്നെ ഒരു 2 ടീസ്പൂൺ അളവിൽ മാത്രം ഉലുവയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യത്തിന് ഉണക്കമുളകാണ് എടുത്തിട്ടുള്ളത്. ഒരു 8-9 ഉണക്കമുളകും കൂടി എടുക്കുക കേട്ടോ. എന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് കറിവേപ്പില വേണം, അതുപോലെ തന്നെ പിന്നെ കായം വേണം. കായം പൊടി വേണമെങ്കിൽ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഇതെല്ലാം വറുത്തിട്ട് പിന്നെ പൊടിക്കുന്ന സമയത്ത് ആ ഒരു പൗഡർ മിക്സിയിലേക്ക് ചേർത്തിട്ട് പൊടിച്ചെടുക്കുക. ഇനിയല്ല നിങ്ങൾ കട്ടക്കായാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വളരെ തിന്നായിട്ട് അത് സ്ലൈസ് ചെയ്തിട്ട് അത്യാവശ്യം ഓരോ ഇൻഗ്രീഡിയൻസും അത്യാവശ്യം മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കഴിയുന്നതും കട്ടക്കായ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാണെങ്കിൽ നല്ല അടിപൊളി രുചികരമായിട്ട് നല്ല മണം, പ്രത്യേകമായിട്ടുള്ളൊരു മണം കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ കട്ടക്കായാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്ത് അത്യാവശ്യം ചൂടായി വന്നപ്പോൾ മല്ലി ചേർത്തു. ഒരു 10 മിനിറ്റോളം മല്ലി ഒന്ന് വറുത്തെടുത്തതിന് ശേഷം അതിലേക്ക് കറിപ്പരിപ്പ്, അതുപോലെ തന്നെ ഉലുവ, ഉഴുന്ന്, നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അരി ഞാനിവിടെ കുറുവ കുത്തരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് വാഷ് ചെയ്ത് ഒരു 10 മിനിറ്റോളം ഒന്ന് മാറ്റി വയ്ക്കുക. അന്നേരത്തേക്ക് അതിൽ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് നല്ല ഡ്രൈ ആയി വരും. ആ ഒരു സമയത്താണ് ഇത് ചീനച്ചട്ടിയിലിട്ടിട്ട് വറുത്തെടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു 8-9 ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയ തീയിലിട്ടിട്ട് ഇത് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യണം കേട്ടോ. ഒരു തരി പോലും എണ്ണയൊന്നും ചേർക്കണ്ട. നമ്മൾ ഈ ഒരു പൗഡർ ചേർത്ത് കഴിക്കുന്ന സാമ്പാറിന് തേങ്ങയൊന്നും വറുത്തരയ്ക്കാതെ തന്നെ അതിഗംഭീരമായിട്ടുള്ള രുചിയാണ് കേട്ടോ. അപ്പോൾ തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കൊക്കെ വില കൂടിയ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഓണത്തിന് നമ്മളെ സദ്യയ്ക്ക് ഒട്ടും രുചിക്ക് ഭംഗം വരുത്താത്ത വിധത്തിലുള്ള ഒരടിപൊളി സാമ്പാർ റെസിപ്പി അതിലേക്ക് ചേർക്കുന്ന പൗഡറിൻ്റെ റെസിപ്പിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നപ്പോഴേക്ക് നമ്മളതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കറിവേപ്പിലയൊക്കെ നിങ്ങൾക്ക് കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ചേർത്തോളൂ. ഞാൻ ദണ്ടിൽ കായം ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നന്നായിട്ട് മുരിയും. ഇതിനിങ്ങനെ ചേർക്കുന്നതുകൊണ്ട് മുരിയില്ല എന്നുള്ള പരാതിയൊന്നും വേണ്ട. നന്നായി മൂത്ത് കഴിയുമ്പോഴത്തേക്കും ഞാനിത് നിങ്ങൾക്ക് ഒടിച്ച് കാണിച്ചു തരാം കേട്ടോ. കൈ വെച്ചിട്ട് ഒടിച്ച് കാണിച്ചു തരാം. നന്നായിട്ട് ഫ്രൈ ആയി വരും. അതുപോലെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അത്യാവശ്യം നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റിയിട്ട് അത് നന്നായിട്ട് കൈവച്ചൊന്ന് പരത്തി വെക്കണം കേട്ടോ. പരത്തി വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ ഇത് പൊടിച്ചെടുക്കാനായിട്ട് പാടുള്ളൂ. അതുകൊണ്ടല്ലേ കായൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ പ്ലേറ്റിലേക്ക് നന്നായിട്ട് പരത്തി വെക്കുക. ഇത് കണ്ടോ, കായ ഞാനൊന്ന് ഒടിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇത് കണ്ടോ, നല്ല മൂത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ സ്ലൈസ് ചെയ്ത് ചേർക്കുന്നത് കേട്ടോ. ഈ പ്ലേറ്റിലേക്ക് നമ്മൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ പൊടിച്ചെടുക്കുകയുള്ളൂ. പൊടിച്ചെടുക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ ഉപയോഗിക്കുന്ന മിക്സി ഒരു തരി പോലും വെള്ളം ഇല്ലാന്ന് ഉറപ്പ് വരുത്തണം. നന്നായിട്ടൊരു കോട്ടൺ ഉപയോഗിച്ച് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷമുള്ള മിക്സിയിലേക്ക് നമ്മൾ ആദ്യം മുളകൊന്നിട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു ഫൈനായിട്ടുള്ളൊരു പൗഡറായിട്ട് ഇത് നമ്മൾ പൊടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇത് കണ്ടില്ലേ, എല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് കറിവേപ്പിലയൊക്കെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അത് കണ്ടോ, നോക്കി അതിൻ്റെ പൗഡർ നമ്മൾ ഈ ഒരു മല്ലി ചീനച്ചട്ടിയിലിട്ട് വറക്കുമ്പോൾ മുതൽ ഈ ഒരു സാമ്പാർ പൗഡർ പൊടിക്കുന്നത് വരെ എന്ന് വെച്ചാൽ നമ്മൾ ഈ വീട് നിൽക്കുന്ന പ്രദേശത്തുള്ള നല്ല അതിഗംഭീരമായിട്ടുള്ള സാമ്പാറിൻ്റെ ഒരു മണമാണ് കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഞാൻ വെറുതെ പറയുന്നതേ അല്ല കേട്ടോ.
ഇത് കണ്ടോ, പൊടിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലൊരു പ്ലേറ്റിൽ നന്നായിട്ടൊന്ന് പരത്തിയിട്ട് കൊടുക്കണം കേട്ടോ. കാരണം പൊടിക്കുമ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം തണുത്തിട്ട് പൊടിച്ചാലും പൊടിക്കുന്ന സമയത്ത് എന്താ പറയുക, മിക്സിയിൽ നിന്ന് ഒരു ചൂടുണ്ടാവും ഇതിന്, ഈ ഒരു പൗഡറിന് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് പരത്തി വെച്ചിട്ട് ആ ഒരു ചൂട് പൂർണ്ണമായിട്ടും പോകണം. പൂർണ്ണമായിട്ട് അതിൻ്റെ ചൂട് മാറിയതിന് ശേഷം മാത്രമാണ് നമ്മൾ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കുപ്പി ഭരണിയിൽ, ഒരു ചില്ല് ഭരണിയിലേക്ക് മാറ്റി ഇട്ട് വെച്ചാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ സാമ്പാർ വെക്കുമ്പോൾ 2 ടീസ്പൂണോ 3 ടീസ്പൂണോ ഒക്കെ അളവിൽ നമ്മൾ എന്തോരം എമൗണ്ട് സാമ്പാർ വെക്കുന്നത് അതിനനുസരിച്ച് പൊടിയെടുക്കുക. എന്നതിന് ശേഷം അതിൽ അല്പം ചൂടുവെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു സാമ്പാർ പൊടി ചേർക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് തേങ്ങ വറുത്തരച്ച് ചേർക്കുകയൊന്നും ചെയ്യണ്ട. എന്നാൽ ആ ഒരു വറുത്തരച്ച് വെക്കുന്ന സാമ്പാറിനെക്കാട്ടി ഒരുപാട് മുകളിലാണ് ഇതിൻ്റെ രുചിയും. അതുപോലെ തന്നെ നല്ല കൊഴുപ്പോട് കൂടിയ നല്ല കുറുകിയ സാമ്പാറാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഈ ഒരു സാമ്പാർ പൊടീൻ്റെ റെസിപ്പി നിങ്ങൾ ആദ്യം ട്രൈ ചെയ്തിട്ട് വേണം സാമ്പാർ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് സാമ്പാറിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് കഷ്ണങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എന്നാലും ആ ഒരു സദ്യ സ്റ്റൈൽ റെസിപ്പീൻ്റെ നല്ല മണവും രുചിയൊക്കെ ഇതിന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി 1 കപ്പ് അളവിൽ പരിപ്പെടുത്തത് നന്നായി വാഷ് ചെയ്തിട്ട് കുക്കറിലിട്ട് കൊടുത്തു. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. ചെറിയൊരു പീസ് കായും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഒന്ന് വേവിക്കാൻ വെച്ചു. ഇനി അത് വെന്ത് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്കൊരു ചട്ടിയിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്കൊരു 2 മുരിങ്ങാക്കായ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഒരെണ്ണം ആയാലും മതി. അത് ഒന്ന് വേവിച്ചെടുക്കാം. കാരണം ഇത് നമ്മൾ കുക്കറിലല്ല ഈ സാമ്പാർ തുറന്ന് വെച്ചിട്ട് തന്നെയാണ് പാചകം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു ചട്ടി ചിലപ്പോൾ മതിയാവാതെ വരും. കാരണം കുറച്ചും കൂടി കഷ്ണം ഉള്ളതുകൊണ്ട് മതിയാവാതെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചിലപ്പോൾ കുക്കറിലേക്കൊന്ന് മാറ്റും കേട്ടോ. എന്നാലും അടച്ച് വെച്ച് കുക്കർ മൂടിയിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള 2 തക്കാളി, ഒരു 4 പച്ചമുളക്, ഒരു ചെറിയ പീസ് മത്തങ്ങ, അതിലേക്ക് തന്നെ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്ര മാത്രമാണ് കഷ്ണങ്ങൾ, അല്ലാതെ വേറെ കഷ്ണങ്ങളൊന്നും തന്നെ. പിന്നെ മുരിങ്ങാക്കായ ഒരെണ്ണം ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് അല്പം കൂടി വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇത് തിളച്ച് വരുമ്പോഴത്തേക്ക് ഈ ഒരു ചട്ടി മതിയാവാതെ വരുന്നതുകൊണ്ട് തന്നെ ഞാനതിനെ ഒരു കുക്കറിലേക്ക് മാറ്റി കിട്ടും. എന്നാൽ കുക്കർ അടപ്പിട്ട് വേവിക്കുന്നില്ല, തുറന്ന് വെച്ച് തന്നെയാണ് വേവിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മളെ മുളകും അതുപോലെ തന്നെ ചേർത്ത സവോളയും മത്തങ്ങയും എല്ലാം ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. ഇതിലിപ്പോൾ വേവ് കൂടുതലുള്ള മുരിങ്ങാക്കായ ആയതുകൊണ്ടാണ് ആദ്യം മുരിങ്ങാക്കായ ഇട്ട് വേവിച്ചത് കേട്ടോ. അപ്പോൾ മുരിങ്ങാക്കായ ഒന്ന് ചെറുതായിട്ട് വെന്ത് വരുമ്പോഴാണ് ബാക്കി നമ്മൾ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇല്ലയെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. എന്നാൽ രുചിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. അപ്പോൾ അതുണ്ട്, അത്യാവശ്യം ഒരു 6-7 മിനിറ്റ് മതി. അതിൻ്റെ ഉള്ളിൽ എല്ലാ കഷ്ണങ്ങളും വേവും. കാരണം ഒത്തിരി വേവുള്ള കഷ്ണങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിലെല്ലാം വേവും. നന്നായി വെന്ത് കഴിയുമ്പോൾ നമ്മൾ ആദ്യം പരിപ്പ് വേവിക്കാൻ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് വെന്തു കേട്ടോ. അത് കണ്ടോ, നല്ല വെന്തുടഞ്ഞ് ആ ഒരു പരിപ്പിൻ്റെ കൂട്ട് നമ്മൾ ഈ സാമ്പാറിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അത് കണ്ടില്ലേ, സാമ്പാറിലേക്ക് ആ പരിപ്പ് ചേർത്ത് കൊടുത്തപ്പോൾ തന്നെ അത് നോക്കിയേ, എന്നാൽ കഷ്ണങ്ങളൊന്നും ഒത്തിരി വെന്ത് പോയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ സാമ്പാർ വെക്കുന്നതിനാണ് രുചി കൂടുതൽ കേട്ടോ, കുക്കറിൽ വെക്കുന്നതിനെക്കാട്ടി. ഞാനിപ്പോൾ ഇതിൻ്റെ മുന്നേ വറുത്തരച്ച സാമ്പാറിൻ്റെയും അല്ലാതെ വെക്കുന്ന സാമ്പാറിൻ്റെ ഒരു റെസിപ്പി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തവും രുചികരവുമായിട്ടുള്ളൊരു സാമ്പാറാണ് ഇത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പരിപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് പുളിവെള്ളം, ഞാനിപ്പോൾ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളിയെടുത്ത് നന്നായി ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്തിയിട്ട് അത് പിഴിഞ്ഞ് അരിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇപ്പം തന്നെ നല്ല കുറുകിയ സാമ്പാറാണ്. പിന്നെ നമ്മൾ ഒരു 2 ടീസ്പൂൺ അളവിൽ 2.5 ടീസ്പൂൺ അളവിൽ നമ്മളുടെ സാമ്പാർ പൗഡർ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് അല്പം ചൂടുവെള്ളം, പച്ചവെള്ളം ചേർക്കരുത്, അല്പം ചൂടുവെള്ളം കൂടി ചേർത്തിട്ട് ഇത് കണ്ടോ, ഇതുപോലെ നല്ലൊരു കട്ടയൊന്നുമില്ലാതെ ഇതുപോലെ ഒന്ന് കലക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക. എന്നിട്ട് അത് നമ്മളെ സാമ്പാറിലേക്ക്, അപ്പോൾ ഈ ഒരു സാമ്പാറിൻ്റെ ഈ ഒരു പൗഡറിൽ നമ്മൾ അരിയും അതുപോലെ തന്നെ പരിപ്പൊക്കെ വറുത്ത് ചേർത്തത് കൊണ്ട് തന്നെ നല്ലൊരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ അതിന്. പിന്നെ അത് തന്നെയല്ല, ഇത് സാമ്പാറിലേക്ക് ഒഴിക്കുമ്പോൾ സാമ്പാർ ഒന്നുകൂടി നല്ല തിക്കായിട്ട് വരികയും ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വെള്ളം ചേർക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ഇരിക്കുമ്പോൾ ഒന്നും കൂടി ഇത് കുറുകി വരും. അപ്പോൾ ആ കുറുകുന്നതിനനുസരിച്ചുള്ള വെള്ളം കൂടി നിങ്ങളിപ്പോഴേ ചേർത്തോളൂ കേട്ടോ. അത് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, നല്ല കുറുകിയ നല്ല മണമാണ് കേട്ടോ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്ക് സദ്യ കഴിക്കുമ്പോൾ അതിൻ്റെ സാമ്പാർ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു സ്മെല്ല് കിട്ടും. ഞാനെപ്പോഴും അധികവും പ്രിപ്പയർ ചെയ്യുന്നത് വറുത്തരച്ച രീതിയിലാണ്. പക്ഷേ അതിലും നമുക്ക് അത്രയും സമയം വേണ്ട. തേങ്ങ ചിരകണ്ട, തേങ്ങ വറക്കണ്ട, തേങ്ങ വേണ്ട. പക്ഷേ എന്നാലും
ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ സാമ്പാർ റെഡിയായി വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് താളിപ്പ് 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും ഉലുവയും ഇട്ട് കൊടുത്തു. പിന്നെ ഉണക്കമുളകും ഒരു ചെറിയ ഉള്ളി കട്ട് ചെയ്തതും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർന്ന് വറവ് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മളെ സാമ്പാറിൻ്റെ മുകളിലേക്ക് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തു. നമ്മൾ ഗംഭീരമായിട്ടുള്ള സദ്യ സ്റ്റൈൽ സാമ്പാറും അതിൽ ചേർക്കുന്ന സാമ്പാർ പൗഡറിൻ്റെ മസാലയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഓണത്തിന് ഇതാവട്ടെ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം. താങ്ക് യു.